കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു അടിപൊളി മാംഗോ കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് നമുക്ക് ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു അരക്കപ്പ് വീറ്റ് ഫ്ലോർ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടിയാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് അരിച്ചിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ആക്കി കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ തടിയുള്ള റവയായിരിക്കരുത്, കുറച്ച് ചെറിയ ഫൈനായിട്ടുള്ള റവയില്ല, അതായിരിക്കും നല്ലത്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ബീറ്റർ കൊണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യരുത്, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു ടൈമിൽ തന്നെ നമുക്കൊരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം വേണം. അതും ഇതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നല്ല ചൂടുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് നല്ല കട്ടിയായിട്ട് വരുന്നത് കാണാം. ചിലപ്പോൾ 1/4 കപ്പ് വെള്ളം മതിയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം അധികം ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇതായാലും ഞാനിവിടെ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗ്രീസ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 ടൈം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ്. ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ അടപ്പിനൊരു ചെറിയൊരു ഹോളുള്ളത് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 35 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂളാകുന്നവരെ വെയിറ്റ് ചെയ്യാം. കൂളായതിനു ശേഷം നമുക്കിത് പുറത്തെടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല സോഫ്റ്റാണ്. അതുപോലെ റവയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. മാംഗോയുടെ ഫ്ലേവർ നല്ലോണം ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും ഒരു 1/4 കപ്പ് മാംഗോ പ്യൂരിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാംഗോ പ്യൂരി എടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. മാംഗോ തൊലി കളഞ്ഞിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മാംഗോ പ്യൂരി കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. പഞ്ചസാര ഒട്ടും തരിയില്ലാണ്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് തണുക്കാൻ തുടങ്ങുന്നതിന് ഹാർഡാവാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സിൽക്കി ടെക്സ്ചറായിരിക്കും ഈ ഒരു ടൈമിലുണ്ടാകുക. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് ക്രീമൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക്.
അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ റിട്ടേൺ റെസിപ്പി ആവശ്യമുള്ളവർക്ക് ലേഡീസ് കിച്ചൺ ലാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയിട്ടൊന്ന് കാണുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.